സ്വിഗ്ഗി വഴി പുട്ട് വരുത്തിക്കുന്നത് പോലെയാണ് ഗ്യാസിന്റെ കാര്യം. ഒരു കഥ പറയാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഇന്ത്യ എന്ന വലിയ ഗ്രാമം. ഈ ഗ്രാമത്തിന് വേണ്ട പലതരം അരിയാഹാരങ്ങളാണ് പെട്രോൾ, ഡീസൽ, ഗ്യാസ്, മണ്ണെണ്ണ എന്നിവയൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അരിയാഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ട നെല്ല്, അതായത് ക്രൂഡ് ഓയിൽ ഇവിടെ ആവശ്യത്തിനില്ല. അതുകൊണ്ട് ധാരാളം നെൽപ്പാടങ്ങളുള്ള മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും നമ്മൾ നെല്ല് ഇറക്കുമതി ചെയ്യും. നമുക്ക് അടുത്ത് തന്നെയുള്ള മിഡിൽ ഈസ്റ്റ് ഗ്രാമങ്ങളിൽ നിന്നും ദൂരെയുള്ള റഷ്യ, അമേരിക്ക പോലുള്ള ഗ്രാമങ്ങളിൽ നിന്നുമാണ് നെല്ല് ഇറക്കുമതി ചെയ്യുന്നത്. നെല്ല് സംസ്കരിക്കുന്ന ഒരുപാട് റിഫൈനറികൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഏത് ഗ്രാമത്തിൽ നിന്നായാലും ആവശ്യത്തിന് നെല്ല് കിട്ടിയാൽ നമുക്ക് ദോശയും പത്തിരിയും പോലുള്ള അരിയാഹാരങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാം. പെട്രോളും ഡീസലുമാണ് നമ്മുടെ ദോശയും പത്തിരിയും. പക്ഷെ നമുക്ക് പുട്ട് അഥവാ ഗ്യാസ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റീം ടെക്നോളജി ഒക്കെയുള്ള പുട്ടുകുറ്റി ആവശ്യത്തിന് വേണം. ഈ ഗ്രാമത്തിന് അതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഗ്രാമത്തിന് വേണ്ട പുട്ടിന്റെ പകുതിയിലധികവും നമ്മൾ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും സ്വിഗ്ഗി വഴി വരുത്തിക്കുകയാണ്. ഇങ്ങനെ വരുത്തിക്കുന്ന പുട്ടിന്റെ ഏകദേശം 90% മിഡിൽ ഈസ്റ്റ് ഗ്രാമങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നാൽ അവിടെ നിന്ന് നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഇടവഴിയുണ്ട്. ഇറാൻ എന്ന ഗ്രാമത്തിന്റെ അതിർത്തിയിലൂടെയാണ് ആ ഇടവഴി. സോ അവിടുത്തെ ഗ്രാമവാസീസുമായി ആരെങ്കിലും പോയി അലമ്പുണ്ടാക്കിയാൽ പിന്നെ സ്വിഗ്ഗിക്കാരനെ അവരാ വഴി വിടില്ല. അതോടെ നമ്മുടെ പുട്ടുതീറ്റ അവതാളത്തിലാവുകയും ചെയ്യും. ദോശയും പത്തിരിയും ഒക്കെ പിന്നെയും പിടിച്ചു നിൽക്കും. പക്ഷെ വാ പുട്ടേ വാ എന്ന് പറഞ്ഞ് നമ്മൾ അനന്തമായി കാത്തു നിൽക്കേണ്ടി വരും. ഇതുപോലുള്ള സമ്പദ് വ്യവസ്ഥയുടെ കഥകൾ രസകരമായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബി ടു ഹാർട്ട് ഫോളോ ചെയ്യാം.